ഈ സങ്കടപ്പെടുന്നതും അല്ലെങ്കിൽ നിരാശയിലാണ് എന്നൊക്കെ പറയുന്നത് സെയിം ആയിട്ടുള്ള ഒരു കാര്യമാണ് സത്യത്തിൽ. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഒരു സങ്കടം വന്നാൽ പെട്ടെന്ന് പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ വളരെ ഡിപ്രസ്ഡ് ആണ്. ചെറിയ സങ്കടങ്ങൾക്ക് പോലും ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ എല്ലാവരും യൂസ് ചെയ്യുന്നൊരു വേർഡായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഡിപ്രഷൻ അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആണ് എന്നുള്ളൊരു കാര്യം. സത്യത്തിൽ ഈ സങ്കടവും ഡിപ്രഷനും ഒക്കെ ഒന്നാണോ? എന്താണ് ഇതിൻ്റെ സിംറ്റംസ് എന്നുള്ളത് നിങ്ങൾക്കറിയോ? എന്തായാലും അതിനെക്കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഡിപ്രഷൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, എങ്ങനെ നമുക്ക് ഡിപ്രഷൻ ആണോ ഇല്ലയോ എന്നുള്ളത് കണ്ടെത്താം, അല്ലെ കുഞ്ഞു സങ്കടമാണോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് നമുക്ക് നോക്കാം. വെൽക്കം ടു ജസ്റ്റ് ടോക്ക്. സത്യത്തിൽ ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു മെൻ്റൽ ഇൽനെസ് തന്നെയാണ്, ഒരു രോഗാവസ്ഥ തന്നെയാണ്. നമുക്ക് കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ പോലും കണ്ടെത്തിയിരുന്ന ഒരു സമയത്ത്, നമ്മൾ ഡെയിലി ലൈഫിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും സന്തോഷങ്ങൾ കണ്ടെത്തിയിരുന്ന ആ ഒരു സ്ഥാനത്ത് ചെറിയ കാര്യങ്ങൾക്ക് പോലും നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റാത്ത, പ്രതീക്ഷയില്ലാതെ പോകുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ ഡിപ്രഷൻ എന്ന് പറയുന്നത്. അല്ലാണ്ട് എല്ലാ കാര്യവും നമുക്ക് ഡിപ്രഷനാണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അതുപോലെ സ്റ്റഡീസൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ലോകത്ത് ഏകദേശം 300 മില്യണോളം ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും എല്ലാ കാറ്റഗറീസ് ഓഫ് പീപ്പിൾസിനെ എടുത്താലും 300 മില്യണോളം ആളുകൾ ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. ഈ ഡിപ്രഷനിലുള്ള ആൾക്കാർ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവും, അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം വരും, അതുപോലെ ഇനി ജീവിച്ചിരുന്നിട്ടൊരു കാര്യമില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തും, ഒരു പ്രതീക്ഷയില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തും. ഇതൊക്കെയാണ് ഈ ഡിപ്രഷനിലുള്ള ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന കാര്യങ്ങൾ, അല്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ സിംറ്റംസ് എങ്ങനെയൊക്കെയാണ് ഈ ഡിപ്രഷനിലുള്ള ആൾക്കാർ ഓൾമോസ്റ്റ് പെരുമാറുന്നത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ ഏതെങ്കിലും ഒരു പെരുമാറ്റ രീതിയിൽ അല്ലെങ്കിൽ ഇതിൽ പലവിധ പെരുമാറ്റ രീതിയിലൂടെ ആയിരിക്കും ഡിപ്രഷനിലുള്ള ആൾക്കാർ കടന്നു പോകുന്നുണ്ടാവും. അപ്പോൾ എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള സിംറ്റംസ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു എംപ്റ്റിനെസ് നമ്മുടെ ഉള്ളിൽ ഫീൽ ചെയ്യാൻ തുടങ്ങും ഓട്ടോമാറ്റിക്കലി. നമ്മുടെ ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ല, വളരെ എംപ്റ്റി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഒന്നിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ല, ഒന്നിലൊരു ഫീലിങ്സ് നമുക്ക് വരുന്നില്ല. എന്നാൽ പുറമെ ഒരു കാര്യമില്ലാണ്ട് നമ്മൾ ഒരു സന്തോഷം കിട്ടുന്നില്ലെങ്കിലും പുറത്ത് ചിരിച്ചൊരു മുഖം വെച്ചുകൊണ്ടായിരിക്കും അവർ നടക്കുന്നുണ്ടായിരിക്കുക. ഇത്രക്കാരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ ഒന്നില്ലെങ്കിൽ നന്നായിട്ട് ഫുഡ് കഴിക്കും, നല്ലോണം ഫുഡ് കഴിക്കും, വിഷമത്തില്ലെങ്കിലും അവർ ഒരേ കഴിപ്പായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടും കഴിക്കില്ല. എത്ര വിശപ്പുണ്ടെന്നുണ്ടെങ്കിലും സഹിച്ച് പിടിച്ച് കഴിക്കാണ്ട്, ഫുഡിനോടുള്ള ഒരു താല്പര്യമില്ലാണ്ട് എത്ര വിശന്നാലും കഴിക്കാത്തൊരവസ്ഥ. അതുപോലെ തന്നെ ഉറക്ക കൂടുതൽ, ഒന്നില്ലെങ്കിൽ നല്ലോണം രാവെന്നോ പകലെന്നോ ഇല്ലാണ്ട് ഏത് സമയത്തൊന്നും ഇല്ലാണ്ട് നല്ലോണം ഉറങ്ങുന്നവരായിരിക്കും. അല്ലെങ്കിൽ ഒട്ടും ഉറക്കമില്ലാത്തൊരവസ്ഥയിലൂടെ, ഉറങ്ങാണ്ടായാൽ തന്നെ നമുക്കറിയാമല്ലോ നമ്മുടെ മൂഡ് എത്രത്തോളം ചേഞ്ച് ആവും, നമ്മുടെ ഒരു മാനസികാവസ്ഥ എത്രത്തോളം മാറും എന്നുള്ളത്. ഓൾറെഡി ഡിപ്രഷനിലുള്ള ഒരു അവസ്ഥയിലുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഉറക്കക്കുറവ് നല്ലോണം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഉറക്ക കൂടുതലായിരിക്കും. ഇതും പിന്നെ നമ്മുടെ മാനസികാവസ്ഥയെ നല്ല രീതിക്ക് ബാധിക്കാനായിട്ട്, നെഗറ്റീവ്ലി ബാധിക്കാനായിട്ട് തുടങ്ങും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ പ്രസന്റിലെ ഒരു കാര്യം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ, അയാളുടെ ലൈഫിലൊരു കാര്യം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അയാൾക്ക് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിലും ഒരു നല്ല രീതിക്ക് അത് ഫീൽ ചെയ്യാനേ അയാൾക്ക് പറ്റാത്തൊരവസ്ഥയായിരിക്കും. ആ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും അത് മറ്റൊരാൾക്ക് നെഗറ്റീവായിട്ടുള്ള ഫീലിംഗ് ആണെന്നുണ്ടെങ്കിലും മറ്റൊരാൾക്ക് ഒരു നല്ല രീതിക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. അതുപോലെ അവർക്ക് ആ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടിയിട്ടായിരിക്കും. അവർ സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് ഡിപ്രഷനിലിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഹാർഡായിട്ടുള്ളൊരു കാര്യമാണ് ഈ സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കിത് ഹാർഡായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഇത്രയും വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നറിഞ്ഞാൽ കൂടി ആ ഒരു വിഷമം ബാക്കിയുള്ളവരുടെ അടുത്ത് പങ്കുവെക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. തുറന്നു പറയാൻ അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടി നടക്കില്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അത് അവരുടെ ആ ഒരു ഫീൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടിലൂടെ ആയിരിക്കും അവിടെ കടന്നു പോകുന്നുണ്ടാവുക. ഇപ്പോൾ ഡിപ്രഷനിലുള്ള ഒരു വ്യക്തിയുടെ ലൈഫ് എന്ന് പറയുന്നത്, സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഇത് ഓപ്പണായിട്ട് ബാക്കിയുള്ളവരുടെ അടുത്ത് തുറന്നു പറയാൻ ഒരു ഉൾവലിയൽ വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, നമ്മൾ എത്രത്തോളം ബാക്കിയുള്ളവരുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞാലും അവർക്ക് തങ്ങളെ മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളൊരു ധാരണ ഈ ഡിപ്രഷനിലുള്ള നിരാശയിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് വരും. അവർ ഓൾറെഡി ഹെൽപ്ലെസ് ആയിരിക്കും, അതുപോലെ ഹോപ്പ്ലെസ് ആയിരിക്കും, അതുപോലെ തന്നെ സെൽഫ് വാല്യൂ ഒട്ടും ഇല്ലാണ്ട്
ഇനി തന്നെ കൊണ്ട് ഒന്നിനും സാധിക്കില്ല, ഒട്ടും ഒരു പ്രതീക്ഷയില്ലാതെ, ജീവിതത്തിനെ കുറിച്ച് ഇനി ഒരു പ്രതീക്ഷയില്ലാണ്ട് എല്ലാം തീർന്നു എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങൾ ബാക്കിയുള്ളവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരെത്രത്തോളം അത് ആക്സെപ്റ്റ് ചെയ്യും, എത്രത്തോളം നമ്മളെ മനസ്സിലാക്കും, എത്രത്തോളം നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതൊന്നും ഇവർ ചിന്തിക്കുന്നില്ല. അവർ ഫുൾ നെഗറ്റീവായിട്ടായിരിക്കും ചിന്തിക്കുക. നമ്മളെ ഒരാൾക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല, നമ്മളൊരാളും മനസ്സിലാക്കില്ല എന്നുള്ളൊരു ധാരണയിൽ സർവൈവ് ചെയ്യാൻ അത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടാണ് ഇവർ ജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഡിപ്രഷനുള്ള ആൾക്കാർ പെട്ടെന്ന് സൂയിസൈഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നത്. ഈ സൂയിസൈഡ് തന്നെ നമുക്ക് 2 തരത്തിലുണ്ട്. സൂയിസൈഡ് ഒന്ന് ആക്റ്റീവ് സൂയിസൈഡും ഉണ്ട്, രണ്ടാമെന്ന് വെച്ചാൽ പാസീവ് സൂയിസൈഡും ഉണ്ട്. ഈ ആക്റ്റീവ് സൂയിസൈഡ് എന്ന് വെച്ചാൽ ഒരാൾ മരിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, എന്നെ കൊണ്ട് ഇനി ആവില്ല, സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ആ ഒരു തോട്ടിൽ നിന്ന് അതൊരു ആക്ഷനിലേക്ക് അവർ പെട്ടെന്ന് എത്തിക്കും. പക്ഷെ പാസീവ് സൂയിസൈഡ് എന്ന് പറയുന്നത് നമ്മൾ എന്നെക്കൊണ്ടേ ആവുന്നില്ല, ഇനിയിപ്പോൾ ഒരു വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലോ എന്തെങ്കിലും വണ്ടി തട്ടിയിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതി, എന്തെങ്കിലും സംഭവിച്ചിട്ട് ഒന്ന് ഈ ജീവിതം തീർന്നു കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും. സ്വയം ഒരിക്കലും ചെയ്യില്ല, പക്ഷെ അങ്ങനത്തെ തോട്ടുകൾ അവർക്ക് നല്ലോണം വരും. അപ്പോൾ ഇത്തരക്കാരുടെ ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, നെഗറ്റീവ് ഇൻസിഡൻസ് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് തന്നെ ആലോചിച്ച് തല ഇങ്ങനെ പുണ്ണാക്കി വെക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പ്രഷർ കുക്കർ പോലെ ആവുന്നൊരവസ്ഥയുണ്ട്. ഇത് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ ഇവർക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് വീണ്ടും നമ്മുടെ ലൈഫിൽ സംഭവിക്കുമോ എന്നുള്ളൊരു തോട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതൊക്കെയാണ് ഈ ഡിപ്രഷനിലേക്ക് മെല്ലെ മെല്ലെ ഇത് പോകാനുള്ളൊരു അവസ്ഥയിലേക്ക് വരുന്നത്. നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്നതും ആ തിങ്കിങ്ങിലൂടെ നമുക്ക് ഉണ്ടാകുന്ന റിസൾട്ട് പോസിറ്റീവാണ്, ഒരിക്കലുമല്ല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിൽ ഓവർ തിങ്കിങ്ങിലൂടെ വരത്തുള്ളൂ. പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ, നെഗറ്റീവ് കാര്യങ്ങൾ സംഭവിക്കുകയോ അല്ലെങ്കിൽ ഓവറായിട്ട് നമ്മൾ ആൻസൈറ്റി കാണിക്കുക എന്തെങ്കിലും വിഷയത്തിലൊക്കെ വരുമ്പോൾ നമ്മൾ നെഗറ്റീവായിട്ടാണ് ഇതെല്ലാം ബാധിക്കുന്നത്. അപ്പോൾ ഡിപ്രഷനിലുള്ളവരെ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നിട്ടോ കഴിഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആലോചിച്ചുകൊണ്ടിരുന്നിട്ടോ ഒന്നും ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ഓവർ തിങ്കിങ് ഉള്ളൊരു വ്യക്തിയാണ്, ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ എനിക്കുണ്ട്, ടെൻഷൻ വന്നാൽ ഞാൻ ഓവറായിട്ട് ഫുഡ് കഴിക്കുന്നു, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാണ്ടിരിക്കുന്നു, ഉറക്കം കൂടുതലുണ്ട്, അല്ലെങ്കിൽ ഉറങ്ങാണ്ടിരിക്കുകയാണ്, ഓവറായിട്ട് ചിന്തിച്ചു കൂട്ടുകയാണ്, ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്തുകയാണ് എന്നൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാൻ, നെഗറ്റീവ് വശങ്ങളിൽ നിന്നുള്ള ആ ഒരു തോട്ട് പ്രോസസ്സിൽ നിന്നാണ് നമ്മൾ മെല്ലെ 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 ഡിപ്രഷനിലേക്ക് വഴുതി വീഴുക. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരാണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്വയം ഒരു ബോധ്യമുണ്ടാവണം, ഞാൻ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളത്. നിങ്ങൾക്കറിയാം, നമ്മൾ ഈ ഡിപ്രഷനിൽ ഇരിക്കുന്നവർ ഏറ്റവും കൂടുതൽ ക്ഷീണിച്ചിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഭയങ്കരമായിട്ട് ചിന്തിക്കുകയാണ്, ചിന്തിച്ച് നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ വരും. ആ നെഗറ്റീവ്സിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് വേറെ കുറേ കാര്യങ്ങൾ ചിന്തിക്കും. ഇനിയിപ്പോൾ ഇത് വേണ്ട, ഇതെനിക്ക് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ചിന്തിച്ചു കൂട്ടുന്നതെന്ന് അറിഞ്ഞാൽ കൂടി അതിനൊക്കെ ഈ നെഗറ്റീവ് തിങ്കിങ്ങിനൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് വേറെ കുറേ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു കൂട്ടും. അപ്പോൾ നമ്മൾ ഈ ചിന്തിക്കുന്നതിലൂടെ നമ്മുടെ ബോഡിയുടെ കംപ്ലീറ്റ് എനർജിയാണ് നമ്മുടെ നെഗറ്റീവ് തോട്ട്സിലൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ആ നെഗറ്റീവ് തോട്ട്സിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും കൂടുതൽ ചിന്തിച്ചു കൂട്ടുമ്പോൾ നമ്മുടെ അത്രയും എനർജി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ക്ഷീണിച്ചു പോകും, നമ്മൾ വല്ലാണ്ടായിപ്പോവും, നമ്മുടെ ബോഡി ക്ഷീണിക്കും, നമ്മുടെ മൈൻഡ് ക്ഷീണിക്കും, നമുക്ക് മൊത്തം ഒരു നെഗറ്റീവ് ഫീലിങ്സിലൂടെ ആയിരിക്കും നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ആയാലും ഫിസിക്കൽ ഹെൽത്ത് ആയാലും കടന്നു പോകുന്നുണ്ടാവുക. അപ്പോൾ എപ്പോഴും അവെയർ ആയിരിക്കുക, നെഗറ്റീവ് ഐഡിയാസിൽ നിന്ന്, നെഗറ്റീവ് വശങ്ങളിലൂടെയാണ് നമ്മൾ മെല്ലെ മെല്ലെ ഡിപ്രഷനിലേക്ക് വഴുതി വീഴുക. സോ അങ്ങനെ ആവരുത്, അതിൽ നിന്ന് ഞാൻ മറികടക്കണം എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് സ്വയം വേണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്വയം ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പ്രൊഫഷണൽ ഹെൽപ്പ് തീർച്ചയായിട്ടും തേടണം. അല്ലാണ്ട് അറിഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ഒരു രോഗാവസ്ഥയിലേക്ക് വിട്ടുകൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കരുത് ദയവ് ചെയ്തിട്ട്. അപ്പോൾ ഇത്തരം സിംറ്റംസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും വെറീഡ് ആവേണ്ട ആവശ്യമില്ല, ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നല്ലൊരു ഹെൽപ്പ് തേടുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്തവരായിട്ട് ആരും ഉണ്ടായിരിക്കില്ല, ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഉണ്ടായിരിക്കും. സോ ദയവ് ചെയ്ത് ലൈഫിനെ കുറിച്ചിട്ട് ഹോപ്പ്ലെസ് ആവാൻ നിൽക്കരുത്, ഹെൽപ്ലെസ് ആണെന്ന് വിചാരിക്കരുത്. ഓക്കെ.